ഏവർക്കും നമസ്കാരം, സ്വാഗതം, വന്ദനം. എനിക്ക് യഥാർത്ഥത്തിൽ സത്യമായി വട്ടുപിടിച്ചു. ഇത് ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ചില ആളുകളെ നന്നായി അലട്ടുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ പ്രശ്നമാകയാൽ അതിനെപ്പറ്റി ഏവരുമായി യോജിച്ച് തുറന്ന മനസ്സോടെ അല്പം സത്യ അന്വേഷണ സംരംഭം എന്ന പോലെ ചില വാക്കുകൾ ചില ചിന്തകൾ പങ്കിടുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരുമായി പങ്കിട്ട യേശുവിനെ ആരാധിക്കരുത് എന്ന ശീർഷകത്തിലെ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അനേക വിശ്വാസികളെ നന്നേ ചൊടിപ്പിക്കുകയും അവരുടെ മതപരമായ എരിവിൽ നിന്ന് ഉദിക്കുന്ന ധർമ്മരോഷം വേണ്ടതുപോലെ ഭാഷയുടെ മൂർച്ചയിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ വീഡിയോകളോട് അനുദിനം പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോടുള്ള എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അത് എൻ്റെ അഭിപ്രായങ്ങളോട് യോജിച്ച് നടത്തുന്ന പ്രതികരണങ്ങളെപ്പോലെ തന്നെ എന്നോട് വിയോജിച്ച് കമൻറ്റ് ബോക്സിലിടുന്ന പ്രതികരണങ്ങളെയും ഞാൻ മാനിക്കുന്നു, വിലമതിക്കുന്നു. അതിനുള്ള എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. കാരണം എതിരായി പ്രതികരിക്കുക എന്നത് പ്രതികരിക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മൃതപ്രായമായ അവസ്ഥയാണ്. ഒരു ശവത്തിന് പ്രതികരിക്കാൻ സാധ്യമല്ല. പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അത് പോസിറ്റീവായിട്ട് പ്രതികരിക്കാം, നെഗറ്റീവായിട്ട് പ്രതികരിക്കാം. അത് ചിന്തയിൽ കൂടെ പ്രതികരിക്കാം, ചിന്തിക്കാതെയും പ്രതികരിക്കാം. ഇപ്പോൾ കാട്ടുപോത്ത് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ യേശു മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പന്നി പ്രതികരിക്കുന്നത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ എറിഞ്ഞു കൊടുക്കരുത്, കാരണം അവയ്ക്ക് അതിൻ്റെ വില തിരിച്ചറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് അവ നിങ്ങൾ പ്രദാനം ചെയ്യുന്ന മുത്തുകളെ ചവിട്ടി മെതിച്ചു കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യും എന്ന് യേശു പറയുന്നത്. അങ്ങനെ പ്രതികരിക്കാൻ ഒരു പന്നിക്ക് സാധിക്കണമെങ്കിൽ ആ പന്നി ജീവനുള്ളതായിരിക്കണം. മരിച്ച പന്നികൾ അത് ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് വിധത്തിലുള്ള പ്രതികരണത്തെയും വിലമതിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്, ഒരവസ്ഥയാണ് എനിക്കുള്ളത്. അതും ഒരുപക്ഷെ അബ്നോർമലാണ് എന്ന് ആളുകൾ സംശയിക്കാൻ ഇടയുണ്ട്. അതും എനിക്കറിയാം. ആ സംശയവും എനിക്ക് സ്വീകാര്യമാണ്. എല്ലാവരെയും സ്നേഹിപ്പാനും എല്ലാവരുടെയും വില അംഗീകരിപ്പാനും സർവശക്തനായ ദൈവം എനിക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് സഭാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ വിമർശിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വിമർശനാത്മകമായി പ്രതികരിക്കുന്നത് അങ്ങനെയുള്ളവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എടുക്കുന്ന നിലപാടുകളും ചെയ്യുന്ന പ്രവൃത്തികളും അനേക ആളുകൾക്ക് ഭീമമായ നഷ്ടവും കഷ്ടവും വിലയിടിവും വരുത്തുന്നു എന്നതുകൊണ്ടാണ്. ജനങ്ങൾക്ക് നന്മ വരണമെന്നത് ദൈവത്തിൻ്റെ അജണ്ടയാണ്. ഒരു സ്ഥാപനത്തെയോ ഒരു സഭയെയോ സംരക്ഷിക്കുക എന്നത് ദൈവികമായ അജണ്ടയാണ് എന്ന് ഞാൻ ഒരിക്കലും വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. എന്നാൽ ജനത്തെ കരുതുന്ന ഒരു ദൈവത്തെയാണ് യേശുക്രിസ്തുവിൽ കൂടെ കണ്ടുപിടിക്കുവാൻ എനിക്ക് ഇടയായിട്ടുള്ളത്. അത് തീർച്ചയായും ഏറ്റവും വിലയേറിയ ഒരു ആത്മീയ ദൗത്യമായി, ലക്ഷ്യമായി, കടമയായി മനസ്സിലാക്കണം എന്നത് എൻ്റെ
ചിന്താശക്തിയിൽ ഇടം പിടിച്ചിട്ട് നാളേറെയായി. അതുകൊണ്ടാണ് പല കാര്യങ്ങളിൽ നിന്നെയും കണ്ണടയ്ക്കുവാൻ എനിക്ക് കഴിയാത്തത് എന്ന് വളരെ ലളിതമായി ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു. ഈ പരാമർശിച്ച വീഡിയോയിൽ, അതായത് യേശുവിനെ ആരാധിക്കരുത് പിന്നെയോ, ആ വീഡിയോ പലരിൽ നിന്നും പലവിധമായ പ്രതികരണങ്ങൾ ഉളവാക്കി. അതിൽ ചില ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും അതിൻ്റെ ആശയത്തോട്, അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ചിന്താ ശകലങ്ങളോട്, ആ ചിന്തകൾക്ക് ആധാരമായ വേദപുസ്തക പരാമർശങ്ങളോട് യോജിച്ചാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി അവർക്ക് ബോധ്യമുണ്ടായി എന്നത് വ്യക്തം. പക്ഷെ അതിനെപ്പറ്റി എനിക്കൊന്നും തന്നെ പറയാനില്ല. ഈ വീഡിയോയിൽ എൻ്റെ വീഡിയോയുടെ ഉള്ളടക്കത്തോട് വളരെ രോഷാകുലരായി പ്രതികരിച്ച ആരാണ് എന്ന വ്യക്തിപരമായ യാതൊരു പരാമർശവുമില്ലാതെ ആ പ്രതികരണങ്ങളെ മാത്രമൊന്ന് പരാമർശിക്കുക, മനസ്സിലാക്കുക, അത് നമ്മെ എന്ത് വിളിച്ചറിയിക്കുന്നു എന്നത് അന്വേഷിച്ച് തിട്ടപ്പെടുത്തുക, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. പ്രധാനമായും ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളിൽ കാണുന്ന ഒരു സംജ്ഞ, ഒരു അസംഷൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രഖ്യാപനം, അല്ലെങ്കിൽ എടുക്കുന്ന നിലപാട് എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് എന്നാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, എനിക്ക് വയസ്സായതുകൊണ്ടാണ് ഞാൻ ഭ്രാന്തനായപ്പോൾ. അപ്പോൾ വയസ്സായവർക്കെല്ലാം ഭ്രാന്താണ് എന്ന പൊതുവായ ഒരു നിഗമനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു, ഞാൻ ഭൂതഗ്രസ്തനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ജൽപ്പിക്കുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, ഇതെല്ലാം സാധ്യതകളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കാം, സംഭവിച്ചുകൂടാ എന്ന് ആർക്കാണ് മുന്നമേ നിശ്ചയിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ എനിക്ക് ഭ്രാന്തില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് എനിക്ക് ഭ്രാന്താണ് എന്ന് തെളിയിക്കാൻ മാത്രമേ കൂടുതൽ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഭ്രാന്തില്ലേ എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ഉദാത്തമായ ഉന്നമനമായ ചിന്താഗതിക്കും നിങ്ങളുടെ സത്യസന്ധമായ നിഗമനങ്ങൾക്കും അടിയറ വെച്ചുകൊണ്ട്, സമസ്തം സമർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കുവാൻ എനിക്ക് അനുവാദം നൽകുമല്ലോ. എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നവർ, അവർ വാസ്തവത്തിൽ വേദപുസ്തകപരമായിട്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരു നിലപാടെടുക്കുന്നത് എന്ന് ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയില്ല. അവരെടുക്കുന്ന നിലപാട് തികച്ചും വേദപുസ്തകപരമാണ്, ബിബ്ലിക്കലാണ്. അതവർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരെടുക്കുന്ന നിലപാട് തികച്ചും സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് എന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ അവരെ അറിയിച്ചു കൊള്ളട്ടെ. അതായത് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ, തങ്ങളുടെ രീതികൾ അനുസരിക്കാതെ, അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഭ്രാന്തുണ്ട് എന്ന് ചിന്തിക്കുന്നത് വളരെ വേദപുസ്തകപരമാണ്. സുവിശേഷത്തിൽ അതിന് ഒരു അടിസ്ഥാനം കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഒരു ഉദാഹരണം മാത്രം പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 21-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, ഈ ഉള്ളവൻ്റെ കാര്യം പോട്ടെ, നസ്രയനായ യേശുവിന് ഭ്രാന്താണ് എന്നാരാണ് പറഞ്ഞത്? അന്യരല്ല, അദ്ദേഹത്തിൻ്റെ വിമർശകരല്ല, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരന്മാരുമാണ് അവന് ഭ്രാന്ത് പിടിച്ചു പോയി എന്ന് പറഞ്ഞ് ബലമായി അവനെ വന്ന് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ എനിക്കതിനെപ്പറ്റി അല്പം പോലും പരിഭവം അനുഭവിക്കേണ്ട അവസ്ഥയില്ലാത്തത്. അപ്പം എന്തുകൊണ്ടാണ് യേശുവിന് ഭ്രാന്ത് പിടിച്ചു എന്ന്
വിശുദ്ധ കന്യമറിയാമും അവൻ്റെ സഹോദരങ്ങളും ബലമായി സംശയിക്കുവാൻ ഇടയായത് മറ്റൊന്നുമല്ല, അവർ അന്നുവരെ അറിഞ്ഞതും കണ്ടതും കേട്ടതും പരിശീലിച്ചതുമായ വിധങ്ങളിൽ നിന്ന്, രീതികളിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന്, സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ ഇതാ യുവാവായ ഈ മനുഷ്യൻ പ്രവർത്തിക്കുന്നു, ആശയങ്ങൾ വിളിച്ചു പറയുന്നു, മനുഷ്യരുടെ അവസ്ഥയിൽ ഇടപെടുന്നു, നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്നു. എല്ലാവരും ആചരിച്ചു പോരുന്ന, എല്ലാവരും താലോലിച്ച് വച്ചിരിക്കുന്ന ആചാരങ്ങൾക്ക് അല്പം പോലും വില കൽപ്പിക്കാതെ ഒരു പുതിയ ദർശനത്തോടുകൂടെ ഈ യുവാവ് പൊതുരംഗത്ത് സ്വയത്തെ മറന്ന് അധ്വാനിക്കുന്നു, അപകടത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നു. അവന് ഭ്രാന്ത് ആണ് എന്ന് ചിന്തിക്കുന്നതിൽ വല്ല അതിശയമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രകാരം പ്രതികരിച്ചത് തികച്ചും ന്യായമാണ്. അതായത്, എനിക്ക് വട്ടുണ്ട്, എനിക്ക് ഭ്രാന്താണ്, അയ്യോ വയസ്സായതുകൊണ്ട്, ഇതിനിടെ പറഞ്ഞോട്ടെ എനിക്ക് 75 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ 75 വയസ്സൊക്കെ 70 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ മിണ്ടാതെ എവിടെയെങ്കിലും മൂലയ്ക്കിരിക്കണം. അങ്ങനെ മിണ്ടാതിരിക്കാൻ മനസ്സില്ലാത്തവരെല്ലാം ഭ്രാന്തന്മാരാണ്, കിറുക്കന്മാരാണ്, വട്ടന്മാരാണ്, അവിടെ കിളി പോയി എന്നൊക്കെ ധരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ അങ്ങനെ സ്ഥാപിക്കുന്നത് കൊണ്ടോ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കോ അവരെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? എന്തെങ്കിലും ആത്മീയ വർധനവുണ്ടാകുമോ? അവരുടെ വ്യക്തിത്വത്തിൽ കൂടുതൽ മഹത്വവും വെളിച്ചവും ഉണ്ടാകുമോ? അവരുടെ വില വർദ്ധിക്കുമോ? അവരുടെ ജീവിതത്തിൽ സന്തോഷം കൂടുതൽ ഉളവായി വരുമോ? എങ്കിൽ അവർ ചെയ്യുന്നത് നല്ല പ്രവൃത്തി തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് എനിക്ക് കിളി പോയത് കൊണ്ടാണ് എന്നത് സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നത് കൊണ്ട് അങ്ങനെ ആരോപിക്കുന്ന ആളുകൾക്ക്, അവരെ മുഖവിലക്കെടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവരെ പിറകിൽ നിന്ന് ഊന്തിത്തള്ളി മുൻപോട്ട് വിടുന്ന ചില കരങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം, ഒരു ചെറിയ ഇലയുടെ പ്രയോജനം അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിയുടെ പ്രയോജനമുണ്ടെങ്കിൽ ബലൈബേഷ് എന്നാണ് എൻ്റെ നിലപാട്. പക്ഷെ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് തീരുമാനിക്കാനുള്ള കഴിവോ അധികാരമോ എനിക്കില്ല. അത് നിങ്ങളുടെ മനസാക്ഷിക്ക് 100% ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം നാം ഓർക്കേണ്ടത്, എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മാതാവും സഹോദരന്മാരും അവന് ഭ്രാന്തായിപ്പോയി, അയ്യോ ഒരു നല്ല യുവാവിന് ഇതാ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന നിഗമനത്തിലെത്തിയത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ വളരെ രസകരമായ ഒരു ലോക യാഥാർത്ഥ്യം വെളിപ്പെട്ട് വരുന്നുണ്ട്. അതെന്താണ്? മനുഷ്യർക്ക് എന്ത് കണ്ടാലും അതിനെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നാം എന്തിനെയൊക്കെ അഭിമുഖീകരിക്കുന്നു, എന്തൊക്കെ നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നു, അതിനെ മനസ്സിലാക്കുന്നത് മുഴുവനും കഴിഞ്ഞകാല അനുഭവങ്ങളുടെയും അറിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് വ്യക്തമായത് മനസ്സിലാക്കുക. ഇപ്പോൾ അവിടെ ഒരു വസ്തു കിടക്കുന്നു, ആ വസ്തു നോക്കുമ്പോൾ ചലിക്കുന്നുണ്ട്. അതിന് 4 കണ്ണും 1.5 മുറി കൈയും 5 കാലുമാണ് എന്ന് പറഞ്ഞാൽ നമുക്കിതാകെപ്പാടെ ഒരു വല്ലാത്ത ഒരു പ്രതീതി ഉണ്ടാകും. കാരണം എന്താണ്? അങ്ങനെ ഒരു വസ്തുവിനെ, അങ്ങനെ ഒരു ജീവിയെ നാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നാം കേട്ടിട്ടില്ല. അതിനെപ്പറ്റി ആരും പറഞ്ഞിട്ടുമില്ല. എന്നാൽ അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു എന്ന് നാം പുസ്തകത്തിൽ വായിച്ചു. അത് പോട്ടെ, ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് തിരോധാനം ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഇതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ അങ്ങനെ ഒരു ജീവി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ചിന്താക്കുഴപ്പം ഉണ്ടാകുകയില്ല.
അതേസമയം അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനൊരു കാര്യത്തെപ്പറ്റി എനിക്ക് യാതൊരു ബോധ്യവും ഇല്ലെങ്കിൽ ഇതെന്താണ് എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചിന്തിക്കും. എനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്നയാൾക്ക് ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം എടുക്കുന്ന നിലപാട്, അദ്ദേഹം അവലംബിച്ചിരിക്കുന്ന ദൗത്യം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ആശയ സംഹിതകൾ ഞങ്ങളുടെ ബുദ്ധിയെ കവിയുന്നതാണ്, ഞങ്ങളുടെ താരിപ്പുകളെ കവച്ചു വയ്ക്കുന്നതാണ്. അതിനെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലേ രാമനാരായണ എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഒരു ഡയഗ്നോസിസ് ആയിട്ടല്ല ഈ പറയും. ഇപ്പം യേശുവിന് ഭ്രാന്ത് പിടിച്ചു എന്നവൻ്റെ മാതാവും സഹോദരന്മാരും പറയുന്നത്, അവർക്ക് അങ്ങനെയുള്ള ഭ്രാന്ത് ഡയഗ്നോസ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുവാവ് ചെയ്യുന്ന കാര്യം, അവരെടുത്തിരിക്കുന്ന വഴി അവരുടെ ബുദ്ധിയെ കവിയുന്നതാണ്. അതുകൊണ്ട് അവർക്കതിനെ മനസ്സിലാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? ഭ്രാന്താണ്. ഇത് നമ്മുടെ സാധാരണ ചിന്താഗതിയിലും പ്രതികരണ രീതിയിലും എപ്പോഴും ഉള്ളതാണ്. എല്ലാവരും നടക്കുന്ന വഴിയെ നടക്കാൻ വിസമ്മതിക്കുന്ന ഒരു യുവാവിനോട് സാധാരണ ആൾ ചോദിക്കും, എന്താണ് നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കും. എന്നോട് അങ്ങനെ ചോദിച്ചൊരു സംഭവം ഞാൻ പറയാം. 1967 ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി. എന്തുകൊണ്ടോ നല്ല മാർക്കോടുകൂടെ പാസ്സായി. അപ്പോൾ ഞാൻ ചുമ്മാ അതൊരു ആപ്ലിക്കേഷൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് അയച്ചു. എനിക്ക് ഉടനെ അഡ്മിഷൻ കിട്ടി വിത്ത് സ്കോളർഷിപ്പ്. പക്ഷേ ഞാൻ അത് ഉപേക്ഷിച്ച് മൂർ കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം, BA ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതിന് ചെന്ന് ചേർന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്താ തനിക്ക് വട്ടാണോ എന്ന് എന്നോട് ചോദിച്ചു. അതിന് മുമ്പ് എന്നോട് വട്ടാണോ എന്ന് ചോദിച്ചൊരു സംഭവം. ഞാനന്ന് SSLCക്ക് പഠിക്കുകയാണ്. അപ്പം വലിയ അവധി വന്നു, വേനൽക്കാല അവധി വന്നു, 2 മാസമാണ്. എന്ത് ചെയ്യണം? അന്ന് വീടുകളിൽ വലിയ പുസ്തകങ്ങളൊന്നുമില്ല, ആകപ്പാടുകൾ മനോരമയും വേദപുസ്തകവുമാണ്. അപ്പോൾ സമയം ഒന്ന് പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാൻ മാവേലിക്കരയുള്ള ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്നു. അന്ന് മാസം 2 രൂപ കൊടുത്താൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഒരു മാസം ടൈപ്പിംഗ് പഠിക്കും. അപ്പോൾ എനിക്ക് ഈ ടൈപ്പിംഗ് എന്ന കലയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ചേർന്നു. ഇത് ഞാൻ ടൈപ്പിങ്ങിന് ചേർന്നു എന്നറിഞ്ഞ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു, എന്താ നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ചു. കാരണം നീ ഒരു ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ ഉള്ള താല്പര്യം നിനക്കുള്ളോ? നിനക്കെന്താ വട്ട് പിടിച്ചോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഇത് സാധാരണയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി അത്ഭുതമോ പരാതിയോ ഇല്ലാത്തതിൻ്റെ കാര്യം. മനുഷ്യർ ഇങ്ങനെ പ്രതികരിക്കും എന്നത് എനിക്ക് നന്നേ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിച്ച ശേഷം പലരും എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, എന്താ നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുത്തരിയല്ല. അപ്പോൾ നാം എടുക്കുന്ന നിലപാട് മറ്റുള്ളവരുടെ സാധാരണ നിഗമനങ്ങൾക്കും സങ്കല്പങ്ങൾക്കും പ്രതീക്ഷകൾക്കും അവരുടെ മാനദണ്ഡങ്ങൾക്കും യോജിക്കുന്നതല്ലെങ്കിൽ അവർക്ക് ഇപ്രകാരം മാത്രമേ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ, ഇവന് വട്ടാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആന്തരികമായിട്ട് അല്പം ആശ്വാസം കിട്ടും. പിന്നെ അവർ വട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അല്ല, അവൻ പറയുന്നതിനകത്ത് ഏതാണ്ടോ ഉണ്ട്, ഏതോ ഒരു കാര്യമുണ്ട്, ഏതോ ഗുട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതേസമയം അതിൻ്റെ നെറ്റിക്കൊരു പട്ടം ഒട്ടിക്കുകയാണ്, ഇവന് വട്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നയാൾക്ക് വട്ടാണ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ മനസ്സില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് അങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ വാസ്തവികത അത് തന്നെയാണ്. നിങ്ങൾ അല്പം ചിന്തിച്ചാൽ അങ്ങനെ തന്നെയാണ് എന്നൊരു പക്ഷേ അത് ബോധ്യപ്പെട്ടു വരും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് എന്നെ പറ്റിയുള്ള പരാമർശം, ഞാൻ ഭൂതഗ്രസ്തനാണ് എന്നുള്ളതാണ്. എ ഡെവിൾ ഹാസ് ടേക്കൺ ഹോൾഡ് ഓഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിന്നെ ഒരു ഭൂതം പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് പറയുന്നതും വളരെ വേദപുസ്തകപരമായിട്ടാണ്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുൻപ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ
അന്ന് എനിക്ക് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു കോളം ഉണ്ടായിരുന്നു, ബൈ വീക്ക്ലി കോളം. 2 ആഴ്ചയിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അന്ന് എൻ്റെ ഒരു ആർട്ടിക്കിളിൽ കത്തോലിക്ക സഭ പുരോഹിതന്മാർ സന്യാസവൃത്തി സന്യാസ അച്ചടക്കം പാലിക്കുന്നതിൽ വ്യത്യാസം വരുത്തണം, അവർക്ക് കുടുംബജീവിതം നയിക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന ആശയത്തിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തപ്പോൾ 1000 കത്തോലിക്കർ എന്നെ സൺ ഓഫ് ദ ഡെവിൾ എന്ന് വിളിച്ചു. സാത്താൻ്റെ സന്തതി എന്ന് എന്നെ വിളിച്ചു. ഡെവിള്, സൺ ഓഫ് ദ ഡെവിള് എന്ന് വിളിച്ചു. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പലതവണ ഈ പദം, ഈ എന്താ പറയുന്നത്, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ് സഭയുടെ പക്ഷത്ത് നിന്ന് സൺ ഓഫ് ദ ഡെവിള് എന്ന ഈ ഒരു പദവി നമുക്ക് നൽകും. അപ്പോൾ അത് ഇഷ്ടം പോലെ പ്രാപിച്ച, ഇപ്പോൾ മാത്രമല്ല ദീർഘനാളുകളായിട്ട് സൺ ഓഫ് ദ ഡെവിള് എന്ന വലിയ പദവി പ്രാപിച്ചൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ വേദപുസ്തക അടിസ്ഥാനം എന്താണ്? അതറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവിടെ യേശു പറയുന്നത്, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, പക്ഷേ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബെൽസെബൂലിൻ്റെ സഹായം കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുകയും അതുകൊണ്ട് ഞാൻ സാത്താൻ്റെ ഒരു പക്ഷക്കാരനാണ് നിങ്ങൾ പറയുന്നു. പക്ഷേ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാകെ കൊണ്ട് സ്വർഗരാജ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു, ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് യേശുവോട് പറയുന്നത്. അപ്പോൾ എനിക്ക് മാത്രമല്ല ഈ ഭൂതബാധയുള്ളത്, യേശുവിനും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ആശയം അത് തന്നെയാണ്. ആരെങ്കിലും എന്തൊക്കെ ചെയ്യുന്നു, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു, അതിനൊരു വിവക്ഷ ഉണ്ടാകണം, ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു എക്സ്പ്ലനേഷൻ വേണം. ഒന്നുകിൽ ദൈവികമാണ്, അല്ലെങ്കിൽ ഇത് പൈശാചികമാണ്. ദൈവികമാണ് എന്ന് പറഞ്ഞാൽ അവനെ അംഗീകരിക്കേണ്ടി വരും. അവൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ആ ചെയ്യുന്നതിനെ ആസ്പദമാക്കി അവനെ താറടിക്കാൻ സാധ്യമല്ല. പിന്നെ അവനെ താറടിക്കാൻ ഏക മാർഗമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നത് സൽപ്രവൃത്തിയാണ്, പക്ഷേ അത് ചെയ്യാനായിട്ട് അവനുപയോഗിക്കുന്ന ശക്തി ഏതാണ്, മാർഗം ഏതാണ്, അധികാരം ഏതാണ്? അത് ദൈവത്തിൻ്റേതാണോ പിശാചിൻ്റേതാണോ? പിശാചിൻ്റേതാണ്. അപ്പോൾ യേശുവിൻ്റെ സൽപ്രവൃത്തികൾ എന്തിനെ വിളിച്ചറിയിക്കുന്നു? ആ സത്യത്തെ അംഗീകരിക്കാൻ വയ്യാത്തവർ, യേശുവിൻ്റെ മേൽ മറ്റ് യാതൊരു കുറ്റവും ചാർത്താൻ കഴിയാത്തവർ, അവൻ കുറ്റമില്ലാത്തവനായതുകൊണ്ട് അവർക്ക് പിന്നെടുക്കാവുന്ന ഏക നിലപാട് അവൻ പിശാചിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്നെപ്പറ്റി പറയുന്ന പോലെ പിശാചിൻ്റെ സന്തതിയാണ് എന്ന് പറയും. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയുന്നത് കൊണ്ട് ആന്തരികമായി വൈകാരികമായ ഒരു ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, എനിക്ക് പരാതിയൊന്നുമില്ല. അപ്പോൾ പിശാചിനെ കൊണ്ടാണ്, പിശാച് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതാണ് എന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ, ഈ ഒരു വിശദീകരണം നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടുക. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത്, ഇവൻ വയസ്സനാണ്, കിറുക്കനാണ്, ഒന്നും അറിയാൻ വയ്യ, വിവരമൊന്നുമില്ല. പണ്ടൊക്കെ ഇച്ചിരി വിവരം ഉണ്ടായിരുന്നു, കാരണം മാരാമണൊക്കെ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ഒരു കോളേജിൻ്റെയൊക്കെ ചുമതലയൊക്കെ എടുത്തിട്ടുണ്ട്, നാഷണൽ കമ്മീഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴ് വയസ്സായപ്പോൾ പോയി, മൂള പോയി, ബുദ്ധി കെട്ടുപോയി. ഇപ്പോൾ പറയുന്നതിനകത്തെല്ലാം ഇങ്ങനെ ഇതേ ഉള്ളൂ, ചപ്പും ചവറുമേ ഉള്ളൂ. ഇവിടെയും മർമ്മം ഒന്ന് തന്നെയാണ്. എന്താണ്? പറയുന്ന ആശയം, എടുക്കുന്ന നിലപാട്, അതിൻ്റെ അർത്ഥമോ വിലയോ അതിൻ്റെ ആത്മീയമായ നിലവാരമോ ഏതെങ്കിലും വിധത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അതേസമയം തന്നെ അത് സ്വീകാര്യമല്ല എന്നതുകൊണ്ട് വല്ലവിധേനയും ഇത് ഒന്ന് താറടിച്ച് കിട്ടാനായി അവശേഷിക്കുന്ന ഏകമാർഗം ഈ പറയുന്ന ആളിൻ്റെ മുഖത്ത് കരുതേക്കുക എന്നത് മാത്രമാണ്. അതിലുപയോഗിക്കുന്ന മൂന്നാമത്തെ തന്ത്രമാണ്, ഇവന് വയസ്സായതുകൊണ്ട് ഇവൻ്റെ തലച്ചോറിൽ നിന്ന് ഒരു നല്ല കാര്യവും വരികയില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നല്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ
വയോധികരായ ആളുകളെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുത്തൻ 60 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ പിണ്ണാക്കാണ്. അവനെ ഏതെങ്കിലും ഒരു ചാക്കിനകത്ത് കെട്ടി വീടിൻ്റെ ചായ്പിൻ്റെ മൂലയെ കൊണ്ടിരുത്തണം. വാ തുറക്കാൻ സമ്മതിക്കരുത്. അവന് ചിന്തിക്കാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം, ഭരണഘടന ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും നൽകുന്ന സ്വാതന്ത്ര്യം അവന് നിരാകരിക്കപ്പെടണം. അവന് മിണ്ടാൻ അവകാശമില്ല. കണ്ടാലും കണ്ടില്ലെന്നും നടിക്കണം, മിണ്ടരുത്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ പദവിയിലാണ് നാം മുതിർന്നവരെ വെച്ചിരിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. നമ്മുടെ സംസ്കാരം എത്ര മഹനീയമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തു എന്നൊന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസ്കാരം എത്ര ബാലിശമായി തീർന്നു എന്നത് നാം ഒന്ന് ചിന്തിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരാശയത്തെ എതിർക്കേണ്ടത് വേറൊരാശയം കൊണ്ടാണ്. അല്പം സംസ്കാരമുള്ളവരുടെ മധ്യത്തിൽ, അല്പമൊക്കെ ചിന്തിക്കുവാൻ കഴിവുള്ളവരുടെ മധ്യത്തിൽ, അല്പമൊക്കെ മാനുഷികമായ വെളിച്ചം വല്ലപ്പോഴുമൊക്കെ തിരിച്ചറിവുടെ മധ്യത്തിൽ ഒരാശയത്തെ എതിർക്കുന്നത് മറ്റൊരാശയം കൊണ്ടാണ്. ഒരാശയത്തെ എതിർക്കുന്നത് ചീത്തവിളി കൊണ്ടല്ല, ആരോപണങ്ങൾ കൊണ്ടല്ല, ആശയത്തെ അവതരിപ്പിക്കുന്ന ആളിൻ്റെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്തിട്ടല്ല. ആശയത്തെ ചോദ്യം ചെയ്യാൻ, ആശയത്തെ വെല്ലുവിളിക്കാൻ നാം പഠിക്കണം. പക്ഷേ അത് സാധിക്കണമെങ്കിൽ ഒരു കാര്യം ആവശ്യമാണ്. നമുക്ക് ഏവർക്കും തുല്യമായി സത്യത്തോടല്പം പ്രതിപത്തി ഉണ്ടാകണം. സത്യത്തോട് പ്രതിപത്തിയില്ലാതെ ചില സ്ഥാപനങ്ങളോടും സംവിധാനങ്ങളോടുമുള്ള വിധേയത്വം, അടിമത്വം മാത്രം വെച്ച് നാം പ്രതികരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരാശയത്തെ മറ്റൊരാശയം കൊണ്ട് എതിർക്കുവാൻ, അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയാതെ വരും. അത് നമ്മുടെ ബൗദ്ധികവും ആധ്യാത്മികവുമായ പാപ്പരത്വത്തിൻ്റെ അടയാളമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സഭയുടെ ആ കോമ്പൗണ്ട് അങ്ങോട്ട് വിട്ടിട്ട് നിങ്ങൾ പൊതുരംഗത്തേക്ക് വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, ഉടനെ നിനക്ക് വട്ടാട എന്ന് പറഞ്ഞാൽ അന്നേരം നിങ്ങൾ അടി വാങ്ങിക്കത്തില്ല. അന്നേരം സംശയമുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ പൊതുരംഗത്ത് ഒന്ന് അവതരിപ്പിച്ച് നോക്കണം. അത് ഒരിക്കലും സാധ്യമല്ല. ഇനി അടി കിട്ടിയില്ലെങ്കിൽ നമുക്കത് പറ്റിയ പരിപാടിയില്ല. ഒരാൾ അവൻ്റെ സത്യാന്വേഷണത്തിൻ്റെ ഫലമായി അരനൂറ്റാണ്ട് വേദപുസ്തകം, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ അഹോരാത്രം വായിച്ച് ധ്യാനിച്ച് അനേക ജീവിത അനുഭവങ്ങളുടെ തീച്ചൂളയിൽ കൂടെ നടക്കുമ്പോൾ അതിനെ അന്വേഷിച്ച് മനസ്സിലാക്കി ചില ആഴമേറിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കടമയും നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ അവന് വട്ടാണ്, അവൻ പിശാചിൻ്റെ സന്തതിയാണ്, അവൻ വയസ്സനായതുകൊണ്ട് തലതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൻ അവതരിപ്പിക്കുന്ന ആശയം ഇന്ന കാര്യം കൊണ്ട് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പം ഞാനതിൽ പറഞ്ഞത് യേശുവിനെ ആരാധിക്കണം എന്ന് യേശു എങ്ങും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യേശുവിനെ ആരാധിക്കരുത് എന്ന് സുവിശേഷത്തിലെങ്ങും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ആളുകൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ യേശു പറഞ്ഞത് മാത്രമാണ് ഉദ്ധരിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് യേശുവിനെ ആരാധിക്കണമെന്ന്. എന്ന് മാത്രവുമല്ല, നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മൂപ്പന്മാർ അഹോരാത്രം വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു, കുഞ്ഞാടിനെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ യേശു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? പറഞ്ഞത് മറ്റൊന്നുമല്ല, നാം ഈ ആരാധിച്ച് പള്ളിയിൽ പോയിരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കുന്നതല്ലാതെ യേശു കാണിച്ച ഈ അത്ഭുതമാർന്ന ഈ ആത്മീക വീഥിയിൽ കൂടെ, വഴിയിൽ കൂടെ ഒന്ന് നടന്ന് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയ ശക്തി, അതിൻ്റെ ഉള്ളിലുള്ള വലിയ സാധ്യതകൾ മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ
മനുഷ്യ സമൂഹങ്ങൾക്ക് വിടുതൽ നൽകുവാൻ, മനുഷ്യരാശിയുടെ പ്രത്യാശയായി എപ്പോഴും ജ്വലിക്കുവാൻ പര്യാപ്തമായ ആത്മീയ വിഭവങ്ങൾ നൽകിയ യേശുവിൻ്റെ മാർഗം അത് നടക്കാനുള്ളതാണ്, ഇരുന്നുറക്കം തൂങ്ങാനുള്ളതല്ല എന്ന് ജനം മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇത് പഴയ നിയമത്തിലുമുണ്ട്. നിങ്ങൾ ഒന്നാം സങ്കീർത്തനം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാതെയും. അവിടെ 3 ക്രിയകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേർഡ്സ്: നടക്കുക, നിൽക്കുക, ഇരിക്കുക. മനോഹരമാണ്, വളരെ മനോഹരമാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെ. അപ്പോൾ നടക്കുന്ന ആ ചലനാത്മകത പോയി. പിന്നെ അടുത്ത ശ്രേണി തന്നതാണ് അവിടെ അങ്ങ് ഇരിക്കുക. നമ്മുടെ മതം ഇപ്പോൾ ഇരിപ്പിൻ്റെ മതമാണ്. യേശു പറയുന്നത് ഞാൻ വഴിയാണ്. എൻ്റെ അർത്ഥം നിങ്ങൾ നടക്കണമെന്നാണ്. ആ നടപ്പിൻ്റെ വഴിയെ നാം ഇരിപ്പിൻ്റെ വഴിയാക്കി മാറ്റി. അതിൻ്റെ തലപ്പത്താണ് സിംഹാസനത്തിൽ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ആത്മീയമായ ഒരു അപമാനമാണ് എന്ന് ക്രിസ്ത്യാനിക്ക് തിരിച്ചറിയുവാൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് യേശുവിൻ്റെ മാർഗത്തെ 100% അലങ്കോലപ്പെടുത്തി, അതിൻ്റെ വില ഇടിച്ചു കളഞ്ഞു, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ജീവൻ, അതിൻ്റെ ആത്മാവിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന അനുഭവമാണ് എന്ന് നാം പകുതി തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആരും ചെയ്യില്ല. കണ്ണ് തുറക്കണമെന്ന് പറയുന്നവൻ ഭ്രാന്തനാണെന്ന് പറയും, അല്ലെ അവൻ പിശാചിൻ്റെ മകനാണെന്ന് പറയും, അല്ലെ അവൻ വയസ്സ് കൊണ്ട് അവൻ്റെ തലച്ചോറ് പിണ്ണാക്കായെന്ന് പറയും. ഇത് മാത്രമേ നമുക്കൊണ്ടിപ്പോൾ കഴിയുന്നു. അതുകൊണ്ടെന്താണ് യേശു പറഞ്ഞു, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ യാതൊരു ഫലവും പുറപ്പെടുവിക്കാത്തത്? നാം ഈ മാർഗത്തിൽ നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം നമുക്ക് കാണാപ്പാഠം അറിയാം. എന്താണ്? നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. കാല് എന്തിനു വേണ്ടിയുള്ളതാണ്? നടക്കുന്നതിന് വേണ്ടി, കാലിരിക്കാൻ വേണ്ടിയുള്ളതല്ല. അല്ലെങ്കിൽ നിന്റെ വചനം എൻ്റെ ചന്തിക്ക് സുഖവും എൻ്റെ കിടക്കയ്ക്ക് നേർമയുമാണ് എന്നാണ് എഴുതി വെക്കേണ്ടത്. അങ്ങനെയല്ല. നിന്റെ വചനം എൻ്റെ കാലിന് ദീപം. എനിക്ക് നടക്കണം, ഈ വഴിയെ നടക്കണം. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ അന്വേഷിപ്പീൻ. അന്വേഷണത്തെ 100% ഒഴിച്ചു വയ്ക്കാനുള്ള, അവോയ്ഡ് ചെയ്യാനുള്ള മാർഗമാണ് ആരാധന. ആരാധനയിൽ അല്പം പോലും അനുവദനീയമല്ലാത്തതാണ് അന്വേഷണം. ആരാധനയിൽ ആകപ്പാടെയുള്ളത് ആവർത്തനം. ഈ ആവർത്തനം വന്ന് അത് യാന്ത്രികമായി തീരുന്നു. മെക്കാനിക്കൽ റെപ്പറ്റീഷൻ. മനുഷ്യനെ പറ്റി ചിന്തിച്ചിട്ടുള്ള എല്ലാവരും പറയും, മനുഷ്യനെ യന്ത്രവൽക്കരിക്കുന്നതാണ് അവനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപമാനവും അക്രമവും. Turning a human being into a machine is the greatest insult and injustice that can be inflicted on a human being. ഇതാണ് സാർവലൗകികമായ അഭിപ്രായം. നമ്മുടെ ആരാധന എന്താണ്? All of us are tape recorders. വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? എത്രയോ നാളുകളായി ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലും അതുകൊണ്ടുണ്ടായിട്ടുണ്ടോ? ഒരല്പം വെളിച്ചം എവിടെയെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുത്തത് കൊണ്ട് സത്യത്തോടുള്ള നമ്മുടെ പ്രതിപത്തി, താല്പര്യം അല്പം അത് വർദ്ധിച്ചിട്ടുണ്ട്. മനുഷ്യരെ സ്നേഹിക്കാനുള്ള കഴിവ് അല്പം ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട്. നീതിബോധം നമ്മളിൽ അല്പം ഒന്ന് ഉണർന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല ഫലം പുറപ്പെടുവിക്കാനാണ് നമ്മുടെ ആരാധന നമ്മെ സഹായിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് ആരാധനയാണോ? എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപകയോഹന്നാൻ എന്താണ് പറയുന്നത്? ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്നു, നല്ല ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളിയൊക്കെയും മുറിച്ച് അത് തീയിലിട്ട് ചുട്ടുകളയും. ഇതിനകത്ത് എവിടെയാണ് സംശയത്തിന് അല്പം പോലും ഇടം അവശേഷിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്? പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആളുകൾ ഒന്നിൽ ഭട്ടന്മാരാണ്,
അല്ലെ അവർക്ക് പിശാചിൻ്റെ മക്കളാണ്, അല്ലെ വയസ്സായതുകൊണ്ട് അവരുടെ തല കുട്ടിച്ചോറായി പോയതാണ്. ഇതിനപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നോർത്ത് ഞാൻ വാസ്തവത്തിൽ സങ്കടപ്പെടുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇപ്രകാരം എനിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് അല്പം പോലും പരിഭവമില്ല. പക്ഷെ എനിക്ക് സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരവസ്ഥയിൽ നിന്ന് ഒരു ചുവട് മുൻപോട്ട് വെക്കാൻ ഞാൻ സ്നേഹിക്കുന്ന അനേക സഹോദരങ്ങൾക്ക് മടിയാണല്ലോ, മനസ്സില്ലല്ലോ എന്നോർത്ത് എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ദുഃഖിക്കുന്നു. ഈ ദുഃഖമാണ് യേശു യെരൂശലേം എന്ന പട്ടണത്തെ ദൂരെ നിന്ന് കണ്ട് അനുഭവിച്ചത്. അവൻ കണ്ണുനീർ വാർത്തുകൊണ്ട് പറഞ്ഞു, യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുവാൻ കാംക്ഷിച്ചതുപോലെ നിന്നെ എന്നിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ കാംക്ഷിച്ചിരുന്നു. എങ്കിലോ നിന്റെ സമാധാനത്തിൻ്റെ സംഗതികൾ സ്വീകരിപ്പാൻ നിനക്ക് മനസ്സിലായിരുന്നു. ഇതൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. അത് ചവിട്ടി മെതിച്ച് തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയും. എങ്കിലോ വിത്ത് വിതയ്ക്കുക എന്ന ചുമതല ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വിത്തുകൾ വിതയ്ക്കാതിരിക്കാനും നമുക്ക് വഴിയില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ്. ഈ വിത്തുകൾ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീഴും, ചിലത് പാറപ്പുറത്ത് വീഴും, ആഴമില്ലാത്ത മണ്ണ്, ചിലത് മുള്ളിന്മേലും മുള്ളുകളുടെയും ഞെരിഞ്ഞുകളുടെയും ഇടയിൽ വീഴും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കേണ്ടതാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് ബാക്കിയുള്ളവർ കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുവാൻ, നാം ആയിരിക്കുന്ന അവസ്ഥയുടെ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുവാൻ ഇടയായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഴത്തിൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ചില വാക്കുകൾ നിങ്ങളുമായി ഞാൻ പങ്കിട്ടത്. ആ അർത്ഥത്തിൽ നിങ്ങളതിനെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി കരേറ്റി വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.